യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തകൾ നമുക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ നിന്നും ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. 7-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ 8-ാമത്തെ വാക്യം വായിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഈ 5-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതൽ നമ്മൾ വായിക്കുന്നതായ ഒരു കാര്യമുണ്ട്. നാം അറിയുന്നു എന്നുള്ളതായൊരു പദമാണ് അപ്പോസ്തലനായ പൗലോസ് പ്രധാനമായും കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ ഫോർ വി നോ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നതായ അല്ലെങ്കിൽ അറിയേണ്ടതായ കാര്യങ്ങളാണ്. ഈ ലോക ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് ഈ വേദഭാഗങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഈ 8-ാം വാക്യത്തിൽ ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്? ഇന്ന് ഒരു ശരാശരി വ്യക്തിയോട് നമ്മൾ ചോദിക്കുക, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ വളരെ സുഖമായി ജീവിക്കണം, മറ്റുള്ളവരെക്കാളും മുൻപന്തിയിൽ ഞങ്ങൾക്ക് നിൽക്കണം, ആർഭാടത്തോടെയും സന്തോഷത്തോടെയും ഞങ്ങൾക്ക് ജീവിക്കണം. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിച്ച് അവൻ്റെ വചനപ്രകാരം ജീവിക്കുന്നതായ ഏത് വ്യക്തിക്കും ഉണ്ടാകേണ്ട താല്പര്യം എന്ന് പറയുന്നത് ഈ ലോകവുമായി ബന്ധപ്പെട്ട് ഉള്ളതല്ല. മറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്ന പോലെ ഞങ്ങൾ ശരീരം വിട്ട് കർത്താവിനോടുകൂടി വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഫേക്കായിട്ട് പറയുകയല്ല, വെറും ഒരു നാട്യമായിട്ട് പറയുകയല്ല. മറിച്ച് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ ഇഷ്ടം പബ്ലിക്കായിട്ട് പ്രസ്താവിക്കുക. നമുക്കും ഇതേ ഒരു ഇഷ്ടമായിരിക്കണം ഉണ്ടാകേണ്ടത്. നോക്കണേ, കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലെ വാസം തനിക്ക് അത്ര താല്പര്യമുള്ളതല്ല എന്നുള്ളതല്ലേ അവിടുത്തെ അർത്ഥം. ഈ ലോകത്തെ നമ്മൾ സ്നേഹിക്കാനും ഈ ലോകത്തിലെ വാസം ഇഷ്ടപ്പെടുവാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതെല്ലാം തന്നെ വൃഥാവായിട്ട് മാറും. ലോകത്തിലെ എത്ര എത്ര ധനാഢ്യന്മാരെ ആളുകൾ, ഈ ധനങ്ങളെല്ലാം അവർ സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് സുഖത്തോടു കൂടി ജീവിപ്പാൻ. വിശുദ്ധ ബൈബിളിൽ കർത്താവ് യേശുക്രിസ്തു തന്നെ ഒരു ധനവാനെക്കുറിച്ച് പറഞ്ഞു, ഒരുവൻ അവൻ വിതച്ചു, അവൻ്റെ വയലെല്ലാം താൻ കൊയ്തെടുത്തു, ധാന്യങ്ങളെല്ലാം കളപ്പുരയിൽ കൂട്ടിവെച്ചു, എന്നിട്ട് തന്നോട് തന്നെ താൻ പറയുകയാണ്, തിന്നുക കുടിക്കുക, നാളെ ചാകാമല്ലോ, തനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്നുള്ള വലിയൊരു അഭിമാനത്തോടെയും അഹംഭാവത്തോടുകൂടെയും അവനായിരുന്നു. പക്ഷേ കർത്താവ് യേശുക്രിസ്തു ദൈവം ഈ മനുഷ്യനോട് സംസാരിച്ച കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. മൂഢ, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കായി തീരും? അപ്പോൾ ദൈവം ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് മൂഢൻ. മൂഢൻ, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവവിഷയപരമായി സമ്പന്നമാകാതെ ഈ ലോകത്തിൽ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകും എന്നാണ് കർത്താവ് യേശുക്രിസ്തു വ്യക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ശരീരം വിട്ട്, അതായത് നമ്മുടെ ഈ ശരീരത്തെ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് കർത്താവിനോടുകൂടി വസിപ്പാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ദൈവഹിതപ്രകാരം ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ചതായ ഒരു കാര്യമാണ്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ടു. ഈ മുമ്പുള്ള 2-3 വാക്യങ്ങളിലായിട്ട് ധൈര്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു ഭാഗം ചിന്തിച്ചതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ധൈര്യം ലഭിക്കുന്നത്? ഈ ധൈര്യം ലഭിക്കാൻ കാരണം നമുക്ക് ആത്മാവെന്ന അച്ചാരം അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് നമ്മെ ഒരുക്കുന്നതായി പരിശുദ്ധാത്മാവിൻ്റെ ആ ഉറപ്പ് മുദ്രയായി നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുദ്ര ലഭിച്ചതായ ഏതൊരു വ്യക്തിക്കും ധൈര്യത്തോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. ഈ ലോകം എന്ത് നൽകുന്നു എന്നുള്ളത് അവന് വിഷയമല്ല. ലോകം അവനെ ത്യജിക്കുന്നതും അവനക്ക് വിഷയമല്ല. ലോകം അവനെ നിന്ദിക്കുന്നതും അവന് വിഷയമല്ല. കാരണം അവന് ഒരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ടെന്നുള്ള ആ ഉറപ്പും ധൈര്യവും അവന് പ്രാപിച്ചിരിക്കുക. അങ്ങനെ ആ ധൈര്യമുള്ളവരായ ആളുകൾ ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും
കർത്താവിനോടകുന്ന പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നവരായ ആളുകൾ പറയുന്നു, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടി വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. നോക്കണേ, നമ്മുടെ ഇഷ്ടം എന്തായിരിക്കണം? കർത്താവിനോടുകൂടെ വസിക്കുവാനായിരിക്കണം. മാത്രമല്ല, ഈ ശരീരം വിടുവാനുള്ള ശരീരമാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ശരീരത്തെ അധികമായി സ്നേഹിക്കാനോ ഈ ലോകത്തെ അധികമായി സ്നേഹിക്കാനോ നമുക്ക് കഴിയത്തില്ല. പല ആളുകളും ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഞാൻ ഈ ലോകത്തെ വെറുക്കുന്നത്? എങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ ശരീരത്തെ അമിതമായി സ്നേഹിക്കാതിരിക്കുന്നത്? അതിന് നമുക്ക് കഴിയണമെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ളതായ വലിയൊരു വാഞ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അത് ലഭിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് ദൈവം നമുക്ക് തരുന്ന ഒരു ആത്മീക ജീവിത ശൈലിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ അങ്ങനെയുള്ളവർ കാഴ്ചയാലല്ല, അവർ വിശ്വാസത്താൽ അത്ര നടക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കാണുന്നതല്ല അവർക്ക് പ്രാധാന്യമുള്ളത്, മറിച്ച് കാണാത്തതാണ് അവർക്ക് പ്രാധാന്യം. മറ്റൊരു വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യമാകുന്നു. അപ്പോൾ ഈ കാണാത്തതിനെക്കുറിച്ചുള്ള ആ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ശരിയായി ജീവിക്കാൻ കഴിയത്തുള്ളൂ. ദൈവം അനുവദിച്ചാൽ അടുത്ത വാക്യങ്ങൾ, അതായത് 9, 10 വാക്യങ്ങൾ അടുത്ത ദിവസം നമ്മൾ ധ്യാനിക്കാൻ പോകുകയാണ്. ആ സമയത്ത് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചതായ വേദഭാഗത്തിന് കൂടുതൽ വിശദമായ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും. പക്ഷേ ഇന്ന് ഈ വചനത്തിനു മുമ്പാകെ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത്, നാം വാസ്തവത്തിൽ നമ്മുടെ ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതായ ഒരു അവസ്ഥയിലാണോ നമ്മളായിരിക്കുന്നത്? ഇല്ലെങ്കിൽ ഇന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. കർത്താവേ, എനിക്ക് വേണ്ടതുപോലെ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിൻ്റെ വചനം അറിയുവാനും അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്ന പോലെ, ഫോർ വി നോ, ഞങ്ങൾ അറിയുന്നു എന്ന് പറയത്തക്കവണ്ണം ഈ പറയപ്പെട്ട സകല കാര്യങ്ങളും അറിയുവാനും അതിനനുസരിച്ച് ജീവിപ്പാനുമുള്ള ഒരു സമർപ്പണത്തിലേക്ക് വരുവാൻ എന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഇന്ന് വായിച്ച വാക്യം പോലെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഈ ഒരു ഇഷ്ടത്തിലേക്ക് വരുവാൻ ഞങ്ങൾ ഏവരെയും അങ്ങ് സഹായിക്കണമേ. വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും നിറയപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ ഏത് ആത്മീക ആവശ്യങ്ങളെയും സഹായിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ദയവായി ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.